കെ എം മാണിക്കെതിരെ കടുത്ത അഴിമതി ആരോപണമുയർത്തിയ ആർ ബാലകൃഷ്ണപിള്ളയെ മുന്നണിയിൽ നിന്നും പുറത്താക്കുക. കെ എം മാണിക്കെതിരെ പ്രസ്താവനയുമായി എത്തിയ പി സി ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുക. UDF യോഗത്തിൽ സംഭവിക്കുമെന്ന് നേതാക്കൾ തന്നെ പ്രവചിച്ചത് ഇതായിരുന്നു. എന്നാൽ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ കഴിഞ്ഞ ദിവസം ധാരണകൾ മാറിമറിഞ്ഞു. പിള്ളയ്ക്കും ജോർജിനുമെതിരെ നടപടി വേണ്ട, പകരം നല്ല നടപ്പിനുള്ള നിർദ്ദേശം മാത്രം. പരസ്യ പ്രസ്താവനകൾ വേണ്ട, മുന്നണിയെ പ്രതിസന്ധിയിലാക്കരുത്. പിള്ളയ്ക്കും ജോർജിനും ഈ നിർദ്ദേശം നൽകി പ്രശ്നം അവസാനിപ്പിക്കാനാണ് മുഖ്യമന്ത്രിയും കക്ഷി നേതാക്കളുമായി നടത്തിയ ചർച്ചയിലുണ്ടായ ധാരണ. യോഗത്തിന് മുന്നോടിയായി നേതാക്കൾ പി സി ജോർജിനെ കാണും. ഇന്നലെ തന്നെ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സന്ധി സംഭാഷണത്തിന് ജോർജിനെ വിളിച്ചിരുന്നു. വൈകുന്നേരം 5 മണിക്ക് മുഖ്യമന്ത്രിയും കക്ഷി നേതാക്കളും ജോർജിനോട് കാര്യങ്ങൾ വിശദീകരിക്കും. കേരള കോൺഗ്രസുമായി യോജിച്ചു പോകാനും നിർദ്ദേശിക്കും. പിള്ളയ്ക്കും ജോർജിനുമെതിരെ നടപടി ആവശ്യപ്പെടില്ലെന്ന് പ്രധാന ഘടകകക്ഷി നേതാക്കൾ ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന നടപടി ഒഴിവാക്കണമെന്ന് നേതാക്കൾ യോഗത്തിൽ ആവർത്തിക്കും. UDF യോഗത്തിന് പിന്നാലെ ചേരുന്ന കേരള കോൺഗ്രസ് യോഗത്തിലും അട്ടിമറിയൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. പി സി ജോർജിനെതിരെ വിമർശനമുണ്ടാകും. എന്നാൽ കെ എം മാണി തന്നെ യോജിച്ചു പോകാൻ ആവശ്യപ്പെടും. ഇരു യോഗങ്ങളും കെ എം മാണിക്ക് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.